ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടമ്മി ഫിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി വെച്ചിട്ടൊരു തീയലാണ്. അപ്പോൾ ഇതാണ് കുടംപുളി, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കുടംപുളി ആദ്യം തന്നെ നമുക്കൊന്ന് കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു 10-15 ഉള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുടംപുളിയും ഈ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കും. പുറത്ത് നല്ല മഴയും ഉണ്ട്. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് പകർന്നിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യും. ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്. ഇത് പ്രഷറുകാർക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അധികം പ്രഷറൊന്നും നമുക്ക് വരില്ല ഇത് കഴിച്ചാൽ തന്നെ. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് നമ്മൾ ഒരു അരമുറി തേങ്ങയും 2 ഉള്ളിയും 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പില എടുത്തതാണ്. അത് നമ്മൾ ഈ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തു. ഇനി വറുത്തെടുത്തതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1 സ്പൂൺ മുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ മുഴുവൻ മല്ലിയായിട്ട് ഇടുവാണെങ്കിൽ നമ്മൾ തേങ്ങ വറക്കുന്ന കൂടത്തിൽ ഇടാം. അല്ല പൊടിയായിട്ടാണെങ്കിൽ ഈ പൊടിയെല്ലാം ചേർത്ത് നേരത്തിടണം. നമുക്ക് രണ്ടും ഇല്ലാത്തത് കാരണം നമ്മളത് ചേർത്തില്ല. നമ്മൾ വറുത്തെടുത്തതെല്ലാം കൂടെ നല്ലവണ്ണം കല്ലിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇനി ഈ അരപ്പ് നേരെ നമ്മൾ വേവിച്ച് വെച്ചതിലേക്ക് ഇടാം. അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് ഉലുവ, കറിവേപ്പില, കടുക് എല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു വറ്റൽമുളകും കൂടി ഇടുന്നുണ്ട്. നമ്മൾ ഉള്ളിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കടുക് പൊട്ടിച്ച് ഇടാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല രുചിയാണ് ഈ കുടംപുളി തീയൽ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.